ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് നമ്മളോട് യൂണിവേഴ്സ് തരുന്ന മാർഗ്ഗനിർദ്ദേശം, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ടവറാണ് കേട്ടോ. ടവർ എന്ന് വെച്ചാലേ ഒരു അട്ടിമറി സംഭവിക്കുക എന്നാണ്. അതായത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ്, പെട്ടെന്നുണ്ടായ അട്ടിമറിയെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഏത് വഴിയിൽ പോകുന്നോ അതിൻ്റെ നേരെ വിപരീതമായ കാര്യം സംഭവിക്കുക, അതാണ് ഈ പറഞ്ഞ ടവർ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുണ്ടായ മാറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുക, അതൊക്കെയാണ് അട്ടിമറി. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഈ ബേബൽ ടവർ തകർന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആളുകൾ വീഴുന്ന ഒരു എനർജിയാണ് ഈ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ വീഴുക എന്നൊരു അണ്ടർസ്റ്റുഡ് മീനിങ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എവിടെ നിന്നായാലും, കൊച്ചു വീഴ്ചയായാലും വലിയ വീഴ്ചയായാലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ പെട്ടെന്നൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഒരു നല്ല കാര്യമായിരിക്കും, പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത, ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇതുണ്ടല്ലോ, നമ്മുടെ മാനസികമായിട്ടുള്ള പേടിയായിരിക്കാം. നമ്മളൊരു കാര്യം ആലോചിക്കുക, എന്നിട്ട് അതിന് വിപരീതമായ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്ങാനും സംഭവിച്ചാലോ എന്നുള്ള നമ്മുടെ പേടിയാണ്, മാനസികമായിട്ടുള്ള സംഘർഷവുമാകാം ഇതെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന ഒന്നും അല്ല സത്യം, മറ്റെന്തൊക്കെയാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാവാം. അതുപോലെ ഡിസാസ്റ്ററാണ്, ചിലപ്പോൾ നമ്മളെ എല്ലാവരെയും പിടിച്ചു കുലുക്കുന്ന ഒരു തകർച്ചയുടെ ഒരു കഥ ചിലപ്പോൾ നമുക്ക് നാളെ നമ്മൾ കേട്ടേക്കാം. അത് കോമൺ ആണ്, എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു കാർഡ് വരുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് കേൾക്കാൻ സാധ്യതയുള്ളൊരു ഡിസാസ്റ്ററിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിന്ന് റിലീസ് ചെയ്ത് കളയാൻ പറ്റും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം തോന്നും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഹീവലായിരിക്കാം, ഒരു കെയോസ് ആവാം. അതായത് നമുക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടുക എന്നുള്ളതാണ് ഈ ടവർ പറയുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ പെട്ടെന്ന് വഴക്കുകൾ ഉണ്ടാവുക, അതായത് ചിലപ്പോൾ ചില വാക്കുകളിൽ പിടിച്ചിട്ടൊക്കെ വഴക്കുണ്ടാവത്തില്ലേ. വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാതറിങ്ങിൽ പെട്ടെന്ന് ചില വാക്കുകൾ ചില ആളുകളെ ഹേർട്ട് ചെയ്താൽ അവിടെ പെട്ടെന്ന് ചേരി തിരിയുക, വഴക്കുണ്ടാവുക, അങ്ങനെയുള്ള എനർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഇന്ന് അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ പോകുമ്പോൾ, നടക്കുമ്പോൾ, ഓടുമ്പോൾ, ചാടുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും, ഷോക്കിംഗ് ന്യൂസ് ഒന്നും കേട്ടാൽ നമ്മൾ പേടിക്കത്തില്ല എന്നുള്ള മാനസികമായിട്ടുള്ള നിലയിൽ ഇരിക്കുക. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം, എനിക്കിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ, ഈ വന്നതൊന്നും എനിക്കുള്ളതല്ല. ഓക്കെ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ക്ലെയിം ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും അല്ല, ആർക്കൊക്കെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഞാനില്ലാന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് പാകപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ്, ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹീലിംഗ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവർക്കൊരു സമാധാനം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് എന്താണ്, ഒരു മദർലി അഫെക്ഷനോട് നിങ്ങളോട് അവർക്ക് തോന്നും. നിങ്ങൾക്ക് അവരോടും തോന്നും, നിങ്ങൾക്ക് അവരോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുക. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേദനിക്കാതിരിക്കുന്ന എപ്പോഴാണ്, അത് അമ്മയ്ക്കാണ് ആ ഒരു ഫീൽ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാത്സല്യം, അനുകമ്പ, സ്നേഹം, ഇതൊക്കെ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതായത് അൺകണ്ടീഷണൽ ലവ് തോന്നുക, സഹാനുഭൂതി തോന്നുക, മറ്റുള്ളവരോട് വളരെ സ്നേഹവും വാത്സല്യവും തോന്നുക, അതൊക്കെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വല്ലാത്ത മാരകമായ ഒരു മുറിവേറ്റിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക്
മറ്റുള്ളവരെ എല്ലാം ഹീൽ ചെയ്യുകയും മറ്റുള്ളവരുടെ വേദന കേൾക്കുകയും പരിഹാരം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സോള് പറയുന്നുണ്ട് എനിക്കും ഹീലിംഗ് വേണം എന്ന് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തനിച്ചിരിക്കുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടോ, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, ഹീലിങ്ങിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പതുക്കെ ഹീലിംഗ് ചെയ്യുക. അപ്പോൾ ഈ ഹീലിംഗ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ കുഞ്ഞുനാളിലെ മുതൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ ഇന്ന് നേരം വെളുത്ത് എണീറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരും, വിഷമം വരും. ആ വിഷമം വരുന്നതെല്ലാം എന്താണ്, നിങ്ങളുടെ ട്രോമയാണ്. നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ മുതലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓർത്ത് ഒരു പേപ്പറിൽ എഴുതുക. അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കരച്ചിൽ വരും. കരഞ്ഞ് ആ പെയിനിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് കരഞ്ഞ് നമ്മൾ എഴുതി നമ്മൾ എന്നിട്ട് അത് കത്തിച്ച് കളയണം. നാളെയും സെയിം പ്രോസസ്സ് ചെയ്യുക, അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഉള്ളിൽ കിടന്ന ആ പെയിന് ഹീലാകും. അത് ഹീലാകുമ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്നുള്ള ലിമിറ്റേഷൻസ് വരത്തില്ല. ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മളെ കുഞ്ഞുനാളിലെ നമ്മളെ ആരെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ പ്രശ്നം, നമുക്കിപ്പോഴും വണ്ടി ഓടിക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഇരുട്ടിനെ പേടിയായിരിക്കും. അപ്പോൾ ആ ഇരുട്ടിനെ പേടി എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതാ, കുഞ്ഞുനാളിൽ നിന്ന് വന്നതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുനാളിലെ ആ ഓർമ്മയെ പോയിട്ട് നമ്മളതിനെ എഴുതി, കുഞ്ഞുനാളിലത്തെ എൻ്റെ ആ പേടിയെ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് എഴുതി കത്തിച്ച് കളയുമ്പോഴത്തേക്ക് അത് കത്തിച്ച് നിങ്ങൾ ആ പേടിയെ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ലിമിറ്റേഷൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ആ ലിമിറ്റേഷനിൽ നിന്ന് ഫ്രീ ആവും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ലൈഫിൽ ഉയരാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓരോ കാലഘട്ടത്തിലെ ഈ വൂണ്ടുകളെ നിങ്ങൾ എഴുതി കത്തിച്ച് നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറേ ട്രോമാസ് മാറും, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറും. നിങ്ങൾക്ക് ലൈഫിൽ കുറേ ബെറ്റർ ആകാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കിട്ടിയേക്കുന്ന അവിടെ നിന്നാണ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നോ നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ സൊസൈറ്റിയൊക്കെ തന്നതായിരിക്കും. അതിനെ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണം, ആ പേജ് കയറി കളയണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് മാറ്റി എനിക്ക് ഇത്രയും പൈസയൊന്നുമല്ല, എനിക്ക് കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്യാൻ പറ്റും, എനിക്കിതൊന്നുമല്ല, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ പറ്റി, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, അത് അച്ചീവ് ചെയ്യാൻ പറ്റും ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ റീസെൻ്റ്ലി ട്രെൻഡിങ്ങിൽ വന്നേക്കുന്നില്ലേ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് അടുത്ത് വരുന്ന നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഫോട്ടോ, ആ സെയിം സാധനം. അതായത് ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും, കെട്ടിപ്പിടിച്ചിട്ട് അതിനൊരു ഉമ്മ കൊടുത്തിട്ട് അതിനോട് പറയണം, നീ പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ വളരെ ഹാപ്പിയാണ്, നീ കരയണ്ട എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയും അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞെന്താ അന്നത്തെ അരക്ഷിതാവസ്ഥയിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ആ അരക്ഷിതാവസ്ഥയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കുഞ്ഞുനാളിലത്തെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി പറയണം, നീ പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, നമ്മൾ ലൈഫ് ബെറ്ററായി, അപ്പം നീ കരയുമ്പോൾ എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ആ ചൈൽഡ്ഹുഡിനെ നമ്മൾ ഹാപ്പി ആക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിന്ന് ചെയ്യണം. എല്ലാവരും പറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ആ പേടി എന്തോർക്കുമ്പോഴാണോ കരച്ചിൽ വരുന്നത് അത് നിങ്ങൾ എഴുതി കത്തിച്ച് കളയണം കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. അതാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. അതാണ് ക്വീൻ ഓഫ് കപ്സ് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഭയങ്കര ട്രോമയെന്നായിരുന്നല്ലോ ടാരോ റീഡിങ്സ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അന്നത്തെ ആ പെയിൻ ഇപ്പം നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുമല്ലേ, നിങ്ങൾ കുറേ മാറിയില്ലേ. ഈ ടാരോ റീഡിങ്സ് കണ്ട് നിങ്ങളുടെ പെയിൻ മാറി നിങ്ങളിപ്പോൾ കുറേ ആ സാഹചര്യത്തിൽ നിന്ന് മാറി കുറേ ഡെവലപ്പായില്ലേ നിങ്ങളുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ അങ്ങനെ ഹീലിംഗ് നടക്കുന്നതാണത്. അപ്പോൾ ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ മെല്ലെ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് പോകണം. നിങ്ങളെപ്പോൾ ഹീലായെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. നിങ്ങൾ ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് നിങ്ങളുടെ ലൈഫിൽ വലിയ സക്സസ്സിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഡാൻസിങ് ലേഡിയാണ്. അപ്പോൾ ഈ ഡാൻസിങ് ലേഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒരു വലിയ ഗ്യാതറിങ്ങിൽ പോയിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും പലയിടങ്ങളിൽ പല ആളുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇവരുടെ സർവൈലൻസിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എനർജിയെ ചിലപ്പോൾ ഇവർ സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നോ, പക്ഷെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കണം, പ്രിക്കോഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ എനർജി അവർ സ്ക്വീസ് ഔട്ട് ചെയ്യും. ദെൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഒരു
ഓവർസീസ് യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓവർസീസ്, കടലിന് ഓവർ, നമുക്ക് കടൽ യാത്ര അല്ലെങ്കിൽ കടൽ ഓവർ ആയിട്ടുള്ള യാത്ര, ഓവർസീസ് യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെന്താണ്, സക്സസിൻ്റെയും കംപ്ലീഷൻ്റെയും കാർഡാണ്. അതായത് നിങ്ങളുടെ ഒരു ലൈഫിലെ ഒരു സൈക്കിള് എൻഡാവുന്നു എന്നാണ് എന്ന് കാണുന്നത്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ ആവാൻ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എൻഡപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് സക്സസ് കിട്ടും. നിങ്ങൾ ഏതൊരു സർക്കിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആവുന്നു, നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടും, പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടും. ഇതൊരു ഫാമിലി കാർഡാണ്, ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ധാരാളം പണം വന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലയിടത്തേക്ക് നിങ്ങൾ പണം ചിലവാക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. EMI അടയ്ക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക്, പല ഹാൻഡിലേക്ക് അല്ലെങ്കിൽ പല ഹെഡിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ ഒരു എനർജിയാണ് ഈ പറഞ്ഞ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കൊച്ചു കൊച്ചു മുറുമുറുപ്പുകളൊക്കെ ഫാമിലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലത്തെ മുതിർന്ന ആളുകളുമായിട്ട് കൊച്ചു കൊച്ചു കോർക്കലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മിണ്ടാതിരുന്ന ആ പ്രശ്നം സോൾവ് ആയി പോവുമെങ്കിൽ അങ്ങ് പോട്ടെ, അതിനധികം ബലം കൊടുത്ത് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം പണം വരുമെന്ന് കാണുന്നുണ്ട്, പല സോഴ്സിൽ നിന്ന് പണം വരുമെന്നാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. ഇത് എപ്പോഴും പറയുന്ന പോലെ ക്ലാരിറ്റിയുടെ കാർഡാണ്. നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി വേണം, നമുക്ക് കൃത്യമായ ധാരണ വേണം എന്താണ് സംഭവിക്കുന്നത്. അല്ലാതെ ധാരണയില്ലാതെ നമ്മൾ ആളുകളോടൊപ്പം ചേർന്ന് നിന്നാൽ നമ്മൾ അവിടെ പെട്ടുപോകും. കാരണം ക്ലാരിറ്റി ഇല്ല എങ്കിൽ നമ്മൾ പക്ഷം പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ പെട്ടുപോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് ഒരു കാരണവശാലും ഇമോഷണലി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നിങ്ങൾ തലമണ്ട കൊണ്ട് വേണം ആലോചിക്കാൻ. ഹെഡ് ഓവർ ഹാർട്ടാണ്, ഹൃദയത്തിനല്ല പ്രാധാന്യം. ഇന്ന് തലച്ചോറിനാണ് പ്രാധാന്യം. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക, അവിടെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇന്നത്തെ തീരുമാനം വൈസ്ലി എടുക്കണം, വളരെ ബുദ്ധിപരമായിട്ട് വേണം ഇന്നത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ പക്കാ ആയിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നിങ്ങൾ ജീവിതം കുറച്ചും കൂടെ ചട്ടക്കൂടിനകത്താക്കുക, ഒരു സ്ട്രക്ചറിനകത്താക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക. എന്നാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വളരെ ഓണസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ആരോടും അവൻ എൻ്റെ അനിയനായതുകൊണ്ട് അവന് ഫേവർ ചെയ്യുക, അല്ലെങ്കിൽ ഇവൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇവന് ഫേവർ ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. ഇന്നത്തെ ദിവസം ഓണസ്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു സ്റ്റെബിലിറ്റി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക, മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല. 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മൾട്ടി ടാസ്കിങ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് പണയം വെക്കാൻ പോകുന്നുണ്ടാവും, പണയം എടുക്കാൻ പോകുന്നുണ്ടാവും, ബാങ്കിൽ പോകുന്നുണ്ടാവും. പിന്നെ വീടുമായി ബന്ധപ്പെട്ട് വീട് വാങ്ങിക്കുക, വീട് വിൽക്കുക, അല്ലെങ്കിൽ ആധാരം എഴുതുക, പിന്നെ വീടിൻ്റെ എന്തെങ്കിലും വീട് വെക്കാനായിട്ട് വസ്തു കാണാൻ പോവുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, ഗോൾഡ് ആയിരിക്കാം, ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് മേക്കിങ്ങിന് സാധിക്കുന്ന എന്തെങ്കിലും ഗോൾഡ് പോലുള്ള വാല്യുബിൾ തിങ്സ് ആയിരിക്കാം. അത്തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ സ്പിരിച്വലി കുറച്ചധികം കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ക്ഷേത്ര ദർശനമോ പള്ളിയിൽ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പാരമ്പര്യ സ്വത്ത് നിങ്ങൾക്ക് വന്നു കിട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൾട്ടി ടാസ്കിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ, എന്നും ചെയ്യുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്നും ചെയ്യുന്നതല്ലാത്ത പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകും. ഓക്കെ, ഇന്ന് പ്രയോറിറ്റീസ് കൂടുതലായിരിക്കും, ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ.
ഒരുപാട് ചോയ്സുകളുണ്ട്. അതുപോലെ ഇല്യൂഷൻ ആയിരിക്കും, അതായത് നമുക്കൊരു മായാജാലം പോലെ തോന്നും, നമുക്ക് അത് ചെയ്താലോ അല്ലെങ്കിൽ ഇത് ചെയ്താലോ അല്ലെങ്കിൽ മറ്റത് ചെയ്താലോ മറിച്ചത് ചെയ്താലോ, അങ്ങനെ നമ്മളിങ്ങനെ ഇല്യൂഷനാണ്, നമുക്ക് ഉറച്ച് നിൽക്കാൻ പറ്റത്തില്ല, ഒരു മായക്കാഴ്ചയിൽ വിട്ടു പോകുന്ന പോലെ. ഇന്നിപ്പോൾ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോയാൽ നമ്മൾ സാധനം എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ആകെപ്പാടെ കിളി പോവും. എന്നിട്ട് അതെടുത്താലോ ഇതെടുത്താലോ, എന്നിട്ട് ആവശ്യമുള്ളതൊന്നും എടുക്കാതെ ആവശ്യമില്ലാത്ത കുറേ സാധനം പെറുക്കി കൊണ്ടുവരും. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേക തരം ജീവിതമായിരിക്കും ഇന്നത്തേത്. ഓക്കെ. പിന്നെ വേറെന്ന് വെച്ചാൽ ഈ മനക്കോട്ട കാണുക, സ്വപ്നം കാണുക, ഈ കണ്ണ് തുറന്ന് വെച്ചിരുന്ന സ്വപ്നം കാണുന്നതാണ് കേട്ടോ, ഡേ ഡ്രീമിങ് ഒക്കെയാണ്. അപ്പോൾ ഡേ ഡ്രീമിങ് ഒന്നും അല്ല റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. പേജ് ഓഫ് വാൺസ്, നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു പാഷനെ ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പാതി വഴിയിൽ അത് നിങ്ങൾക്ക് നിന്ന് പോയതായിരിക്കും. അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അത് വളരെ റിസ്ക് എടുത്ത് നിങ്ങൾ പുനരാരംഭിക്കുന്നു. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആവുന്നു. നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് ഇൻസ്പയർഡ് ആവുന്നതും നിങ്ങളെ കണ്ട് മറ്റുള്ളവർ ഇൻസ്പയർഡ് ആവുന്നതും കാണുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് കഴിവുണ്ട്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിങ്ങളെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതാണ് ഈ പറഞ്ഞ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തോന്നും. വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ തോളിൽ തട്ടി അഭിനന്ദിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഭയങ്കര ഫ്രീ സ്പിരിറ്റാണ്. എന്ത് കണ്ടാലും അതിലേക്ക് ചാടി പുറപ്പെടാനുള്ളൊരു സ്പിരിറ്റ് കൂടുതലായിരിക്കും. കാരണം ഇന്ന് ഇച്ചിരി പിരിപിരിപ്പ് കൂടുതലുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ. അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ, ഇതൊരു സൈക്കിൾ വീണ്ടും എൻഡ് ആവുന്നതാണ്. പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. ഇവിടെ വേൾഡ് കാർഡിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ടവറും ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഓൾറെഡി വീൽ ഓഫ് ഫോർച്യൂണായിട്ട് തന്നെ വന്നേക്കുന്നത് കൊണ്ട് കാർമിക്കായിട്ടുള്ളൊരു സൈക്കിൾ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലൈഫിൽ പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റിലേക്ക് വരിക, നമ്മളൊരു ടേണിംഗ് പോയിന്റിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് ഭാഗ്യം നമ്മളെ കടാശിക്കും. അതായത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സമ്മാനം കിട്ടുക, സർപ്രൈസ് കിട്ടുക, ലോട്ടറി അടിക്കുക, ചിട്ടി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടുക, എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന് വെച്ചാൽ പണം തിരിച്ചു കിട്ടുക, അത്തരത്തിലൊക്കെ ഉള്ളൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ്. പിന്നെ ഒരു ചേഞ്ചാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഇന്നും പോയിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊരു മാറ്റം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഉയർച്ചയും അതുപോലെ തന്നെ താഴ്ചയും വേണമല്ലോ. അപ്പോൾ താഴ്ചയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉയർച്ചയും ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ താഴ്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ട്രേഡിങ്ങിലൊക്കെ പൈസ ഇട്ടേക്കുന്ന ആളുകൾ ഇന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ന് പണം കൊണ്ട് ഫണ്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പം ഭയങ്കര ചാഞ്ചാട്ടമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതായിരിക്കത്തില്ല അവിടുത്തെ അവസ്ഥ. തന്നെ 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ ഇവിടെ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണ്. നമ്മൾ ചില ആളുകളോട് ചില സാഹചര്യങ്ങളോട് നമ്മൾ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവുന്നതായിട്ടും ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുക, ഒരുപാട് പേരോട് ചേർന്ന് നിൽക്കുക, സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ സേവനം കൊടുക്കൽ അങ്ങ് നിർത്തിയിട്ട് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. മേ ബി സ്പിരിച്വാലിറ്റിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മളെ തന്നെ ഒന്ന് റിഫൈൻഡ് ആക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു, പുതിയൊരു പാതയിലേക്ക് നമ്മൾ വഴി തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കുറച്ചധികം പേര് സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ച് യാത്ര പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന കുറേ നിങ്ങളുടെ കുറേ വിശ്വാസങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയൊരു തലത്തിൽ ചിന്തിക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട്. എല്ലാത്തിനോട് ഒരു വിരക്തിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. വല്ലാത്ത നിരാശ തോന്നുക, അതുപോലെ നമുക്കൊരു തരം ഒറ്റപ്പെട്ട പോലെ, നമ്മളെ ആർക്കും വേണ്ടാത്ത പോലെയൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ കാർഡാണ്. അതുപോലെ ഒരു സൈക്കിൾ എൻഡാവുന്നു തന്നെയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ എൻഡായിട്ട് പുതിയൊരു റീബർത്ത് ഉണ്ടാവുന്നു എന്നാണ്. മാത്രമല്ല ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു കാർഡാണ് 5 ഓഫ് കപ്സ്. പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാണ്. ഒരു കാര്യവും ഇല്ല, പോയതിനേക്കാൾ മികച്ചത് നമുക്ക് ചുറ്റും യൂണിവേഴ്സ് കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിൽ നോക്കുന്നേ ഇല്ല, നമ്മളത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ ആ പോയതിനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ
ചില ആളുകളിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ സന്തോഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അവർ പോകുന്ന വഴിക്ക് ആ സന്തോഷം കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ഹൃദയം ഇങ്ങനെ രണ്ടായിട്ട് കയറിയിട്ട് പകുതി വെച്ച് പകുതി ഇവന്മാർ കൊണ്ടുപോകും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇവന്മാർ തിരിച്ച് വന്നാലേ സന്തോഷമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും പൊട്ട വിചാരമാണത്. ഒരാൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അവർ തരുന്ന സന്തോഷം വെച്ചിട്ട് എനിക്കാണ് ഹാപ്പിനെസ് വരേണ്ടത്, അപ്പോൾ ഞാനാണ് ഹാപ്പി ആവേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, സന്തോഷം ഫുൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. ഞാനത് അവരിൽ ഡിപ്പെൻഡ് ആവുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. അവർ വന്നാലേ എനിക്ക് സന്തോഷമുള്ളതൊന്നുമല്ല, നമ്മൾ തന്നെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും വേറെ ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഇവിടെയും പറയുന്നത് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു, ഒരു മാറ്റം ഉണ്ടാവുന്നു, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് കേട്ടോ. അതുപോലെ അതൊരു പരിവർത്തനമാണ്. അതായത് ഈ പൂമ്പാറ്റ മറ്റേ പ്യൂപ്പയ്ക്കകത്തിരിക്കുന്ന പുഴു പതുക്കെ പൂമ്പാറ്റയായിട്ട് പുറത്ത് വരത്തില്ലേ, അതുപോലെയാണ് നിങ്ങളിൽ വലിയ പരിവർത്തനം വന്നിട്ട് നിങ്ങൾ മറ്റൊരാളായിട്ട് മാറുവാണ്, റീബർത്താണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജന്മം അവസാനിപ്പിച്ച് ഒരു പുനർജന്മം എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നിങ്ങളുടെ വലിയൊരു കാർമിക് സൈക്കിൾ എൻഡായിട്ട് നിങ്ങളൊരു പുതിയ കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ പുതിയൊരു ഫ്രഷ് ന്യൂ ആളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. ആൻഡ് എൻഡ് ഓഫ് എ സൈക്കിളും കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സൈക്കിൾ എൻഡാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടവർ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവുകയെന്ന് പറയുമ്പോഴേ ആ കാർമിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പോകണമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനോനിലയെ തകർക്കാൻ നമ്മൾ വിടരുത്. എന്തുവന്നാലും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഡെത്ത് കാർഡൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.